ഡാമിൻ്റെ ബോട്ടം പോർഷനാണ്. പവർ ലൈൻസ് കാണാം, ഹൈ ടെൻഷൻ ടവേഴ്സ് കാണാം. അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബൈരാലിക്കാണ് പോണത്. അതിന് മുമ്പ് ഒരു സ്ഥലമുണ്ട്, ഇപ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകണം. അവിടെ പോയിട്ട് പോകുന്നു. തണുപ്പില്ല, ഇന്നിപ്പോ വെയിലാണ്, തണുപ്പില്ല. എന്താന്ന് വെച്ചാല് എല്ലാം ഈ മലയുടെ സൈഡിൽ കൂടെ ഉള്ള റൂട്ടിൽ കൂടെ ഇനി പോകുന്നുണ്ട്. ശരി. അങ്ങോട്ട് സ്റ്റഡിയായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഈ ബസ്സിന്റെ ചാട്ടം കാരണം റോഡിന്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതുകൊണ്ടാണ്. ചിലയിടത്തും റോഡ് ട്രാക്സ് ഒക്കെ ആയിട്ട് കിടക്കുന്നു. പിന്നെയും കറങ്ങി എൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വന്നു. ഇത്രയും മലകളുടെ ചുറ്റും ഈ വെള്ളമാണ്. ഇത്രയും സമയം എടുത്തത് കറങ്ങി വരാനായിട്ട്. പക്ഷെ അപ്പുറത്ത് പാലത്തിന്റെ അപ്പുറത്തുള്ള സൈഡിൽ റിസർവോയർ കാണാം, ഡാമിന്റെ. ഇതിപ്പം ഡാമിന്റെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്ന വെള്ളം എന്ന് തോന്നുന്നു. ഇനി ഡാം ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതാണ് വളരെ സ്ലോ ആയിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നത്. ഒരുപാട് ഷട്ടർ തുറന്ന് കാണത്തില്ലായിരിക്കും. ടൈക്ക് ചില അമ്പലങ്ങൾ കാണാൻ വഴിയിൽ. അത് ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരുപാട് ഉണ്ട്. ഇനിയും കുറെ ചുറ്റിയാലേ അവിടെ എത്തുള്ളൂ. തെഹരി ഡാം അടുക്ക ബോട്ടിങ്ങിനുള്ള ഒരു ബോട്ട് ജെറ്റ് പോലെയാണ് കാണുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാം. പച്ച നിറത്തിലുള്ളതാണ് വെള്ളം. ഇതിനേക്കാളും നല്ല വ്യൂ ഞാൻ വീഡിയോയിലെടുത്തു. പക്ഷേ നിർഭാഗ്യവശായി ഞാൻ ഉറക്കം ഇരിക്കുകയായിരുന്നു. രാത്രിയിൽ ഫുള്ളായിട്ട് നല്ല സമയം കിട്ടാറില്ല. ഏതാനും മണിക്കൂറേ കിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഇടയ്ക്ക് കണ്ണടഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട്
എടുത്തതിലിപ്പോൾ പോയി എങ്ങനെയോ നഷ്ടപ്പെട്ടത്. ക്ലിക്ക് ചെയ്യാൻ മറന്നോ എന്ത് സംഭവിച്ചു? നല്ലൊരു വ്യൂ എടുത്തത് പോയി. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. ഇടയ്ക്കൊരു പാറക്കെട്ടൊക്കെ ആയിട്ട് ആ റിസർവോയർ നന്നായിട്ട് കാണും. ഇത് നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ഇങ്ങോട്ട് ചാടി നിൽക്കുന്ന മലയൊക്കെ നന്നായിട്ട് കാണാം. വളരെ വലിയൊരു റിസർവോയർ ആയിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. ടവർ ലൈൻസ് പോകുന്നത് കാണാം. മൂന്നോ നാലോ ലൈൻസ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോഗ്രാഫി പെർമിറ്റഡ് ആണോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഇത് എടുക്കുവാണ്. ഇത് ആരും അറിയാൻ പോകുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചുകൂടെ ഡാം സൈഡിൽ തന്നെ മുഴുവനായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു വ്യൂ നന്നായിട്ട് കാണാം. അതെന്തോ ഉണ്ടാക്കിയിരിക്കുന്നതാണ് വീട് പോലെ കിടക്കുന്നത്. ഇനിയും കുറെ മുന്നോട്ട് പോകാനുണ്ട്. ഒരുപാട് നേരം സഞ്ചരിച്ചാലാണ് ആ കൃത്യം അതിന്റെ എൻട്രൻസ് എത്തുന്നതെന്ന് തോന്നുന്നു. ഈ വണ്ടിയുടെ ടിക്കറ്റ് എടുക്കാൻ എന്തിനും നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ആ കട്ടിങ് കണ്ട് റോക്ക് കട്ടിങ് കണ്ടല്ലോ റോഡ്. പിന്നെ എന്തൊരു ലാൻഡ് സ്ലൈഡ് സംഭവിച്ചാണോ അത് റോക്ക് കട്ട് ചെയ്താണോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. തോന്നണത് അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച പോലെ തോന്നണം. വണ്ടി പിന്നെയും മുന്നോട്ട് പോയി. ഡാമിന്റെ കുറച്ചുകൂടെ വലിയൊരു വ്യൂ ഇവിടുന്ന് കാണാം. വളരെ വലിയൊരു ഡാമാണ്. നെഹ്റു ഡാം GH വളരെ ഫേമസ് അല്ലേ? ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഡാം. പവർ ജനറേഷൻ ഉണ്ട്. ഡാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇടയ്ക്ക് മയങ്ങിപ്പോയി. ഈ ഉറക്കം ശരിയാത്തോണ്ട് കണ്ണടഞ്ഞു പോയി. ഡാം കഴിഞ്ഞു പോയി തോന്നുന്നു. ഏതായാലും അവിടെ ആരും ഇറങ്ങിയില്ല. ഇറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ആരും ഇറങ്ങിയില്ല. കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒന്നും കാണുന്നില്ല. കാര്യം അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് നമ്മൾ പഴയ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ പോവുകയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കണ്ണടഞ്ഞു പോകുന്നു. കണ്ണ് തുറക്കുന്ന സമയത്താണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്.
തെഹരി ഡാം കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇച്ചിരി മയങ്ങിപ്പോയതുകൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. പിന്നെയും തിരിച്ചു വന്നു. ഈ പെട്രോളൊക്കെ അടിച്ച് ഇതിലേക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ സംഗതി പിന്നെയും കാണാം. നമ്മൾ ആദ്യം കാണാതിരുന്ന സൈഡിൻ്റെ അറ്റം, നാലറ്റം ഇവിടെ കാണാം. ഈ മരങ്ങളുള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ക്ലിയർ ആവും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ആദ്യമേ കാണാൻ പറ്റാതിരുന്ന അതിൻ്റെ ഒരു കഷ്ണമാണ് ഡാമിൻ്റെ മറ്റേ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെഹരി ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്റ്റ്. ഫോട്ടോഗ്രാഫി സത്യം പറഞ്ഞാൽ അത്രയും എന്ത് അനുവദനീയമല്ല. എന്തായാലും നോക്കട്ടെ. എന്നാണ് കേട്ടത്. നന്നായി സൈഡിലാണ് കുറച്ചുകൂടി കാണാൻ